ഹായ് ഹലോ എല്ലാവർക്കും ഷെരീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ അടിപൊളി പൊരിച്ച കോഴിയുടെ ബിരിയാണി ആയിട്ട് വന്നില്ല കേട്ടാ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കിയാലോ. ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വരൂ. അപ്പൊ നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടാ. അപ്പോൾ മസാല തേക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വിട്ടുപോയി. ഫ്രിഡ്ജിൽ കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും പിന്നെ കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് മസാല തേച്ച് വെച്ചതാട്ടാ. വേറെ ഐറ്റംസ് ഒന്നും ചേർക്കണില്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ പൊരിച്ച കോഴിയുടെ ബിരിയാണിയല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കണേ കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ നമ്മളത് യൂസ് ചെയ്യില്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ടിട്ട്. അപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് സബോള ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ റൈസിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം അത് സെപ്പറേറ്റ് വേറൊരു ചട്ടിയിൽ ഫ്രൈ ചെയ്യണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് കിച്ചണിൽ പല പല ഐഡിയാസും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, ഓരോരോ വീട്ടമ്മമാർക്കും. അപ്പം എൻ്റെ ഐഡിയ ആണിത്. അപ്പം ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നമ്മൾ സബോളൊക്കെ മൊരിഞ്ഞ് സെറ്റായി വന്നിട്ട് നമുക്ക് കോരി എടുക്കാം. കൂടുതലായിട്ട് ഇട്ടാൽ കരിഞ്ഞു പോട്ടാ. അപ്പം എല്ലാതും ഇതുപോലെ കോരി എടുക്കാം. ഇത് ഞാൻ കുറച്ച് മുന്തിരി വറുത്തെടുക്കാൻ പോവാട്ടാ. അണ്ടിപ്പരിപ്പ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, മുന്തിരി മാത്രമേ ഉള്ളൂ. അപ്പം മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വറുത്ത് കോരി എടുക്കാട്ടാ. മുന്തിരിയൊക്കെ ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കോരി എടുക്കാം. മുന്തിരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ഫ്രൈ ആയിട്ട് എടുക്കാട്ടാ. ആദ്യം തന്നെ ഒരു ലെഗ് പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഏകദേശം ഒരു 2 കിലോയുടെ കോഴിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാതും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം കൂടിയും വേവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാട്ടോ. പൊരിച്ച കോഴിയുടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണി കൂടുതലാട്ടാ. നമ്മൾ സാധാരണ ആക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കഴിയും. പ്രത്യേകിച്ച് കുക്കറിലൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റൂട്ടാ. ഞാനൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഫ്രീ ആകുമ്പോൾ ഒന്ന് പോയി കണ്ടോളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ സബോള കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വലിയൊരു സബോള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു സബോള അവിടെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ പിന്നെ അതിനുള്ള ചിക്കനല്ലേ ഉള്ളൂ. ഒരുപാട് ചിക്കനൊന്നുമില്ലല്ലോ. പിന്നെ ഒരുപാട് മസാല ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പാകത്തിന് മസാല പാടുള്ളൂ. മസാല കൂടിയാൽ വലിയൊരു രസം ഉണ്ടാവില്ല. അതാണ് ഞാൻ ഒരു സബോള ഇട്ടിട്ടുള്ളത് കേട്ടോ. ചില ആൾക്കാർക്ക് മസാല കൂടുതൽ ഇഷ്ടമുള്ളതാവും ഇഷ്ടം. നമുക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. നമുക്ക് പാകത്തിന് മസാല ആയിട്ട് ഉണ്ടാക്കണം ഇഷ്ടം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതേ സബോളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ തക്കാളി കട്ട് ചെയ്യാൻ പോകട്ടെ. 2 ചെറിയ തക്കാളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. വലുതല്ല, വലുതാണ് ചോരണമൊക്കെ മതി കേട്ടോ. പിന്നെ നമ്മൾ പുളിക്ക് തൈരൊക്കെ ഒഴിച്ച് കൊടുക്കണല്ലേ. പണ്ടൊക്കെ നമ്മൾക്കൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ നമ്മൾ വല്ല കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകണമല്ലേ. ഇപ്പം എല്ലാ വീട്ടിലും ഡെയിലി ബിരിയാണി പോലെ എല്ലാ ലേഡീസും ബിരിയാണി വെക്കാൻ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതാ ഇതും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. കുറച്ച് എടുക്കണമല്ലോ കേട്ടോ, ഒരുപാട് ഇടുന്നൊന്നുമില്ല, ആവശ്യത്തിന് മതിയല്ലോ, കൂടും വേണ്ട കുറയും വേണ്ട, ആ ഒരു ലെവലിൽ. അപ്പം അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളെ കോഴി പൊരിച്ച സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിഭാഗം ഒഴിക്കരുത്, തെളി മാത്രം ഒഴിക്കുക. എന്തായാലും ഇപ്പോൾ ഈ എണ്ണ പിന്നെ വേസ്റ്റ് ആവാൻ പോവല്ലേ, അപ്പം നമുക്കത് മസാല ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പം അത് മതി, ഒരുപാട് വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ സബോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുള്ള എണ്ണ അല്ലേ, അപ്പോൾ നമ്മളധികം നെയ്യ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ മസാല ഒക്കെ ഡാൽഡയിലല്ലേ ഉണ്ടാക്കുക, നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലോ, അപ്പോൾ ഒരുപാട് നെയ്യൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ സബോളൊക്കെ ഏകദേശം വഴറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വാടട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ അത് 5 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാൻ പോകട്ടാ. ഇനി ഇത് ഞാൻ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇട്ട് കൊടുക്കാൻ പോവാം. അതുകൂടി ഇട്ട് കൊടുക്കണം. ഇനി അതൊന്നും അവിടെ കിടന്ന് വാടട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് ചിക്കൻ മസാല അല്ല, നമ്മൾ ബിരിയാണി മസാല കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരുപാട് ഇട്ട് കൊടുക്കണില്ല, തിരി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒത്തിരി ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മളെ മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാട്ടോ. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റിൽ കിടക്കട്ടെ, സ്ലിമ്മിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ ചിക്കനൊക്കെ ഏകദേശം അടിപൊളിയായി സെറ്റ് ആയിട്ട് കേട്ടോ. നമ്മൾ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വേവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചിക്കൻ ഇവിടെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ റൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണേ. റൈസൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. ഞാൻ വലിയ അരിയായിട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ, നമ്മളെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. അപ്പോൾ അതെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പില്ല കേട്ടോ, മുന്തിരിയും പിന്നെ നമ്മളെ സബോള ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. റൈസ് പകുതി ഇട്ടപ്പോൾ അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മിൽമയുടെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഞാൻ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു 3/4 കിലോ അരി എടുത്തിട്ടുള്ളൂ കേട്ടോ, 1 കിലോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ റൈസും അപ്പം ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലും കൂടി ഒന്ന് ചെറുതായി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മളെ ബാക്കി സബോളയും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. പിന്നെ മല്ലിയിലയും പുതിന ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതാ കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ദമ്മിട്ട് കൊടുക്കാം കേട്ടോ. വെയിറ്റിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കയറ്റിക്കണ്ടേ. അപ്പം അതേ ഞാൻ ഇതാ കയറ്റിക്കണേ കേട്ടോ. അപ്പോൾ സെറ്റായി. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ദമ്മ് പൊട്ടിക്കാൻ പോവാം കേട്ടോ. അതേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ. അതിന് വേണ്ടിയിട്ടാണേ. മിക്സ് ചെയ്യുക കേട്ടോ ബിരിയാണി. നല്ല സ്മെല്ലാട്ടോ ബിരിയാണിയുടെ. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നെയ്യിൻ്റെയും മസാലയുടെയും ഒക്കെ ആകുമ്പോൾ സൂപ്പറായി വരുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളെ ബിരിയാണിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.